അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ പറിക്കാൻ അവിടെ അടുത്തേക്ക് വന്നതാണ്. ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയുടെ പൂവും കറ്റാർവാഴയും കഞ്ഞുണ്ണിയും മൈലാജിയുടെ ഇലയും പിന്നെ തുളസിയുടെ ഇലയും കരിവേപ്പിൻ്റെ ഇല ആട്ടോ നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞുണ്ണി കുറച്ച് വെള്ളത്തിൽ കൂട്ടിയിട്ട് ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലൊരു നല്ലൊരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ തുണിയിൽ നിന്ന് ഇങ്ങനെ പിരിയുമ്പോൾ നമുക്ക് അതിൻ്റെ നീര് മാത്രം കിട്ടും. പിന്നെ തുളസിയാണ് ഇടുന്നത്. തുളസി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതാക്കുകയാണ്. അരച്ചെടുത്തിട്ട് ആ ഒരു തുണിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ഇട്ടു, മൈലാഞ്ചീൻ്റെ ഇല ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് തുണിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ പീഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അതിൽ നീര് മാത്രം കിട്ടും. പിന്നെ ഇതാ ചെമ്പരത്തിയുടെ പൂവാട്ടോ അരച്ചു കൊടുക്കേണ്ടത്. ചെമ്പരത്തിയുടെ പൂവ് സാധാ പോലെ അരച്ചാൽ മതി, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ചതച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പൂവ് കളയണം കേട്ടോ. ഇതിൻ്റെ നെറ്റി പോലൊരു സാധനം അത് കളയണം. പിന്നെ കറ്റാർവാഴയാണ്. കറ്റാർവാഴ അരിയുമ്പം അതിൻ്റെ രണ്ട് ഭാഗത്തുണ്ടാവുന്ന ആ ഒരു മുള്ള ആദ്യം ചെത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കറ്റാർവാഴ അരിഞ്ഞിട്ടുണ്ട്, ചെമ്പരത്തിയുടെ പൂവ് അരച്ചതുണ്ട്, പിന്നെ ഈ ഇലകളുടെയൊക്കെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അപ്പം അത് ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ആ ഒരു ഇലകളുടെ ആ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് പിന്നെ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എള്ളെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എള്ളെണ്ണ ഇവിടെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ഒഴിച്ചു. ഇത് എള്ളെണ്ണ വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എള്ളെണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ ഉണ്ടാക്കാൻ കുറേ നേരം പിടിക്കും. അപ്പം അടുപ്പിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പം തിളച്ചുങ്ങാണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമുക്ക് ചെമ്പരത്തിയുടെ പൂവും കറ്റാർവാഴ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയുടെ പൂവും കറ്റാർവാഴയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ എണ്ണ ഇവിടെ നല്ലപോലെ തിളച്ച് പതച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അത് ഇപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കരിഞ്ചീരകം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മേടിച്ച് വെക്കാം. എന്നിട്ട് പിന്നെ അത് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ അരിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എണ്ണ നോക്കിയാൽ തന്നെ മനസ്സിലാകും, നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകണം കേട്ടോ. ഇങ്ങനെ തെളിഞ്ഞ് വന്നാൽ നമ്മളെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് കുപ്പിയിലോട്ട് മാറ്റാം. ഇതൊരു കുപ്പിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.